നിറയെ റോസ് പുഷ്പങ്ങൾ ഉള്ള ഇടം എന്ന അർത്ഥം വരുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്? ഓക്കെ, അഡോണി. ഗുജറാത്ത്. ഗുജറാത്ത്. Why do you say ഗുജറാത്ത്? എന്തുകൊണ്ടാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്? വൈൽഡ് ഗസ്. വൈൽഡ് ഗസ് ആണ്. ഗുജറാത്ത് എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഗോയിങ് ഓൺ ടു യു, പാസിംഗ് ഓൺ ടു യു. നിങ്ങൾ അല്ല, ഞാൻ ഇനിയിപ്പോ അവർക്ക് കൊടുക്കാത്തൊരു ക്ലൂ നിങ്ങൾക്ക് തരുന്നത് മോശമായിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റേറ്റ് വൈസ് ചിന്തിക്കുന്നതായിരിക്കും പ്രശ്നം എന്ന് തോന്നുന്നു. നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരുന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. I'll have to count on 5. ബാംഗ്ലൂർ. ബാംഗ്ലൂർ. ബാംഗ്ലൂർ അങ്ങനെ ഒരു അർത്ഥം വരുമെന്ന് പോലും എനിക്കറിഞ്ഞു. ശരിക്കും ഇതൊരു നമ്മൾ എപ്പോഴും എടുത്ത് നമുക്ക് ഇവിടെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സിയാച്ചിൻ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പൊ രണ്ടുപേരുടെയും ഉത്തരം തെറ്റാണ്. 4 more questions. Second question. ഏത് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബിനെതിരെയാണ് ഫുട്ബോൾ ഇതിഹാസം പെലെ കളിച്ചിട്ടുള്ളത്? I saw the buzzer go there first. ഹാരി, പ്ലീസ്. ബസർ അടിച്ചപ്പോൾ ഉള്ള കോൺഫിഡൻസ് ഇല്ലല്ലോ, പറയൂ. മോഹൻ ബഗാൻ. ഇത്രയും നല്ല, ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു കോൺഫിഡൻസിലാണ് പറഞ്ഞതെന്നുള്ളത്. പക്ഷെ എനിക്കോട് ഭയങ്കര ഒരു ഗസ് എടുത്താന്ന് തോന്നുന്നു അല്ലേ? യു ഡോണ്ട് നോ ദ ആൻസർ. അറിയായിരുന്നു ഉത്തരം? അറിയായിരുന്നു? ഇല്ല, വെറുതെ അറിയാമായിരുന്നിരിക്കണം. അല്ലേ പിന്നെ എങ്ങനെ ശരി ഉത്തരം തരാൻ പറ്റും? കൺഗ്രാറ്റുലേഷൻ. അറിയില്ലായിരുന്നു. മോഹൻ ബഗാൻ ഇസ് ദ റൈറ്റ് ആൻസർ. അല്ല, അതൊരു ഇന്ത്യയിലെ ഏറ്റവും പഴക്കച്ചെന്ന ഫുട്ബോൾ ക്ലബ്ബാണ്, ലെഗസി ഉള്ള ക്ലബ്ബാണെന്ന് അറിയാം. അപ്പൊ ഒരു ഗസ്. പെലെ വന്ന് കളിക്കാനേ അവരുമായിട്ടേ കളിക്കുള്ളൂ. പെട്ടെന്ന് ചിന്ത പോയത് അങ്ങനെയല്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ഏത് ക്ഷേത്രത്തിലാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ളവർ തന്നെ മുഖ്യ തന്ത്രിയായി വേണമെന്ന് നിബന്ധനയുള്ളത്? ഞാൻ അവിടെയാണ് ബസർ കണ്ടത്. അഡോണി. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉഗ്രനൊരു ക്ഷേത്രമാണ്. പക്ഷേ അവിടെ തന്ത്രി വടക്കുന്ന് വേണമെന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? തെറ്റാണ്. ഉത്തരം തെറ്റാണ്. പാസിംഗ് ഓൺ ടു യു. പെട്ടെന്ന് ഉത്തരം പറയാം. 3, 2. വടക്കുന്നാഥ ക്ഷേത്രം. വടക്കുന്നാഥ ക്ഷേത്രം. വടക്ക് എന്നുള്ളത് കൊണ്ട് ചേർത്ത് ഉത്തരം തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ബദ്രിനാഥാണ്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമിന് ഒരു പോയിന്റ് ഉണ്ട്. ആ ടീമിന് ഇനി 2 പോയിന്റ് കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പൊ അതേസമയം എവര് ചെയ്താൽ എല്ലാവർക്കും പോവാം. സോ റെഡി? ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച എഴുത്തുകാരൻ ആരാണ്? ബസറമർത്തിയല്ലോ, എന്തായാലും ഉത്തരം പറയൂ. നിങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞ ഇതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞാൽ മുന്നോട്ട് ഈ യാത്ര കൊണ്ടുപോകാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. അഡോണി ഇപ്പൊ അറിയാമെങ്കിൽ പോലും അഡോണി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ് തെറ്റിച്ചാൽ മാത്രം ആ പോയിന്റ് വേണമെന്നുള്ളത് വെച്ചിട്ടാണ്. എന്നാ തോന്നുന്നേ അങ്ങനെ തോന്നുന്നത് നല്ലതാണ്. 3, 2. CH മുഹമ്മദ് കോയ. അദ്ദേഹം BJPക്ക് വേണ്ടിയിട്ട് മത്സരിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നത് നമ്മളോട് ക്ഷമിക്കുക എന്ന് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് സാഹിത്യകാരനായിട്ടല്ലല്ലോ അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പൊ അത് ഒന്ന് ആലോചിക്കണ്ടേ. അത് തെറ്റാണ്, ഉത്തരം തെറ്റാണ്. അഡോണിക്ക് ഉത്തരം അറിയാം? ഇല്ല സാർ, ഇല്ല. തോന്നൽ തെറ്റായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം BJP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചു എന്നുള്ളത് ആലോചിക്കും. അദ്ദേഹത്തിന്റെ പേര് പുനത്തിൽ കുഞ്ഞബ്ദുള്ള. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയാണ് മത്സരിച്ചത്. 2001 ബേപ്പൂരിൽ നിന്ന് മത്സരിച്ച വ്യക്തി അദ്ദേഹമാണ്. അപ്പോ എന്തായാലും I'll tell you something. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം the game ends here.